പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രവേശനോത്സവത്തിന് വേണ്ടി മാത്രം വണ്ടി വിട്ടുകൊടുത്തു. സ്കൂൾ അധികൃതർ ഇടപെട്ട് വാഹനം വിട്ടുകൊടുത്തു. അവിടെ കുഞ്ഞുങ്ങൾ ആ ദിവസം പോയി. അതിനുശേഷം ഈ 4 കിലോമീറ്റർ ഈ ഊരിലൂടെ, ഈ ഉന്നതിയിലൂടെ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോവുക? സ്വാഭാവികമായും അവർ പോവണ്ട എന്ന ഓപ്ഷനിലേക്ക് എത്തും. ഇത് സംഭവിക്കുന്നത് കേരളത്തിലാണ്. നോക്കൂ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശ്രദ്ധിക്കണമായിരുന്നു, ശ്രദ്ധിച്ചില്ല. 2 വർഷമായി അവരുടെ പഠനം മുടങ്ങിയ സാഹചര്യമാണ്. പുതിയ സർക്കാരെങ്കിലും അത് ശ്രദ്ധിച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റും, 4 അക്ഷരം പഠിക്കാൻ പറ്റും. റൈറ്റ് ടു എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമം രാജ്യത്ത് ഒരു പൗരാവകാശമായ ഇടത്താണ് ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാത്ത വിധം ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഇതിനെ മുറിച്ചു താണ്ടിയേ മതിയാവൂ. സോണൽ കൃഷ്ണയുണ്ട് തത്സമയം സ്ഥലത്ത്. സോണൽ, വെരി ഗുഡ് മോർണിംഗ് സോണൽ. ആ വാർത്ത സോണൽ ചെയ്തത് നന്നായി. ആ കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥ പുറം ലോകം അറിഞ്ഞു, അധികാരികൾ അറിഞ്ഞു. 2 വർഷമായി. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിൻ്റെ ദുരവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ സർക്കാരെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തം ഇനിയും മുടങ്ങും. 2 വർഷമായി ഇവരിൽ പലരും സ്കൂളിൽ പോകുന്നില്ല എന്ന് തന്നെയല്ലേ സോണൽ? എത്ര കുട്ടികളാണ് അവിടെ ഉള്ളത്? എത്ര കുട്ടികളുടെ പഠനമാണിപ്പോൾ ഇതുമൂലം മുടങ്ങിയിരിക്കുന്നത് സോണൽ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഞാനുള്ളത് ചിങ്ങക്കല്ല് ഊരിലാണ്. എനിക്ക് പുറകിൽ കാണാം. ഇപ്പോൾ വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും ഓടിയെത്തുന്ന കാഴ്ചയാണ്. ഏകദേശം 10ഓളം കുട്ടികൾ ഇവിടെ ഉണ്ട്. അതിൽ 2 പേർ മാത്രമാണ് ഇപ്പോൾ സ്ഥിരമായി സ്കൂളിൽ പോകുന്നത്. 2 വർഷം മുമ്പ് ആ 1ാം ക്ലാസ് പഠിക്കുന്ന, 2ാം ക്ലാസ് പഠിക്കുന്ന, 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ പഠനം അവസാനിപ്പിക്കേണ്ട സാഹചര്യം വന്നു. സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ പഠനം മുടങ്ങിക്കിടക്കാണ്. ITDP ആയിട്ട് ബന്ധപ്പെട്ട് വണ്ടി റെഡിയാക്കിയാൽ അവർ സ്കൂളിൽ പോകാൻ തയ്യാറാണ്. 2 വർഷം മുമ്പാണ് വാഹനം വന്നിരുന്നത് അല്ലേ? 2 വർഷം മുന്നേ വാഹനം ഉണ്ടായിരുന്നു, ഇറക്കിയിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ സംവിധാനം ഇല്ല. എന്താ മുടങ്ങാൻ കാരണം? എന്താ മുടങ്ങാൻ കാരണം ITDP ഫണ്ട് ഓട്ടോറിക്ഷക്കാർക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓട്ടോറിക്ഷക്കാർ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഫണ്ട് ലഭിച്ചാൽ അവർ വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 2 വർഷത്തിൽ കുട്ടികൾ വെറുതെ പഠനം മുടങ്ങി വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലിരിക്കുന്നു. വലിയ കുട്ടികൾ മാത്രം നടന്നു പോകില്ലേ? വലിയ കുട്ടികൾ 2 കുട്ടികൾ പുല്ലങ്കോടുക്ക് നടന്നു പോകും താഴോട്ട്. ചെറിയ കുട്ടികൾക്ക് നടന്നു പോകാനുള്ള കുറവാണ്, സാധ്യത കുറവ്. പരാതികളൊക്കെ പറഞ്ഞിരുന്നു സ്കൂളിലൊക്കെ? സ്കൂളിൽ HM ആയിട്ട് ടീച്ചേഴ്സുമാരോടൊക്കെ പറഞ്ഞു. പിന്നെ ITDP പ്രൊമോട്ടർമാരോട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾക്ക് വാഹനം വേണം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഒന്നും ശ്രദ്ധയിൽ പെടുത്തുന്നില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല അവരിങ്ങോട്ട്. നിങ്ങളെ സംബന്ധിച്ച് അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പഠിക്കാനുള്ള നല്ല ആഗ്രഹമുണ്ട്. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണെന്നൊക്കെ. സോണൽ, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, 2 കുട്ടികൾക്ക് പോകാമെങ്കിൽ മറ്റു കുട്ടികൾക്കും എന്തുകൊണ്ട് അതുകൂടെ പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് ചോദിക്കാമോ? 2 കുട്ടികൾക്ക് പോകാമെങ്കിൽ മറ്റു കുട്ടികൾക്ക് എന്തുകൊണ്ട് പോയിക്കൂടാന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. ചെറുപ്പത്തിന്റെ പ്രശ്നമാണ്. ചെറിയ കുട്ടികളാണ്. അതായത് താഴത്തുനിന്ന് ഇങ്ങോട്ട് കയറ്റം കയറി നടക്കണ്ടേ. മഴക്കാലമായാലും പോകാനുള്ള ബുദ്ധിമുട്ട് കാരണത്തിന് അവർക്ക് പോകാൻ പറ്റുന്നില്ല. അതായത് 2 മക്കൾ കുറച്ച് പ്രായമായതാണ്. 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് പോകുന്നത് അല്ലേ? അതെ, അവർ മാത്രമാണ് പോകുന്നത്. അവർക്ക് ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് ഐറ്റം കയറൊന്നുമില്ലല്ലോ. ഇവിടെ എത്തുമ്പോൾ തന്നെ ആകെ ക്ഷീണിക്കും. പക്ഷെ 2 വർഷം മുന്നേ വാഹനം ഉണ്ടായിരുന്നല്ലോ. അതുണ്ടെങ്കിൽ ഇവരെന്നും പറഞ്ഞുകൂടാ. അതന്നെ അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കുട്ടികൾ ചെറിയ കുട്ടികളാണ്. അന്ന് LKGയിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു. ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ 4 കിലോമീറ്റർ, അതും കുത്തനെയുള്ള കയറ്റമാണ്. ഒരു മലയ്ക്ക് മുകളിലാണ് ഈ ഊരുള്ളത്. അതുകൊണ്ട് കുത്തനെയുള്ള കയറ്റമാണ്. ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ 4 കിലോമീറ്ററോളം ദൂരം നടന്നു പോവുക എന്നുള്ളതാണ് അത്തരം ചോദ്യം ഉയർത്തുന്ന ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്. രക്ഷിതാക്കൾ എന്ന നിലയിൽ ഒരു ദിവസം പോയി വരാൻ 160 രൂപ കുട്ടികൾക്ക് ചിലവാക്കേണ്ട സ്ഥിതിയുണ്ട് അല്ലേ? അതില്ല, അത് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. കയ്യില്ല, സങ്കടമുണ്ട്. ഈ രക്ഷിതാക്കളെ സംബന്ധിച്ചാണ് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം അവർക്ക് കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ പഠിക്കാൻ കഴിയാത്തൊരു സ്ഥിതി. നമ്മളെ സ്കൂളിലേക്ക് പോകുന്ന ഏറ്റവും മുതിർന്ന കുട്ടിയാണ്. അപ്പോൾ മീനാക്ഷിയോട് ചോദിക്കും. മീനാക്ഷി, നടന്നാണ് പോവാറ് അല്ലേ? നടന്നാ പോകാറ് താഴത്ത് വരെ സ്കൂൾ ബസ്സിന്. കൂട്ടുകാരൊക്കെ നടക്കാൻ ചെറിയ കുട്ടികൾക്ക് പ്രയാസമുള്ളത് കൊണ്ട് അവർക്ക് പോകാൻ കഴിയുന്നില്ല അല്ലേ? അത് തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. അതായത് അവർ 2 വർഷം മുമ്പ് സ്കൂളിലെത്തി പഠനം തുടങ്ങിയതാണ്. പക്ഷേ പിന്നീട് അത്
നിൽക്കുന്ന സാഹചര്യം. പിന്നീട് മീനാക്ഷിയും ഉൾപ്പെടെയുള്ള കുട്ടികളാണ് ഈ ചെറിയ മക്കൾക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സ്ഥിതിയൊക്കെ ഉള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പുറകോട്ട് തിരിച്ചാൽ ആ വീട്ടിൽ വെളിച്ചമില്ല, കറണ്ടില്ല. അവിടെയാണ് 2ാം ക്ലാസ്സുകാരൻ സനൂപിൻ്റെ വീടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ വെളിച്ചമില്ല. ആ കുട്ടി മെഴുകുതിരി വട്ടത്തിലും ടോർച്ചടിച്ചുമാണ് ആ പുസ്തകങ്ങൾ വായിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വേദനപ്പെടുത്തുന്ന സ്ഥിതിയാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ പല വീടുകളിലെയും കുട്ടികളുടെ അവസ്ഥ.